എല്ലാവരും സുഖമായിരിക്കണല്ലോ. വീഡിയോയൊക്കെ കണ്ട് നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കാറുണ്ടോ? അഭിപ്രായങ്ങളൊക്കെ ഞങ്ങൾ വായിച്ച് ഞങ്ങൾക്ക് സന്തോഷം തോന്നാറുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളിന്ന് ലളിതമായ ഒരു മധുരമുള്ള ഒരു ഐറ്റമാണ് കാണിക്കണം. അതായത് കേവലം ഒരു അരമണിക്കൂർ വേണം കേട്ടോ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇഷ്ടമായ ഒരു ഐറ്റമാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ക്യാരറ്റ് കൊണ്ടുള്ള ഒരു ഹൽവ തയ്യാറാക്കുന്നത്. ക്യാരറ്റ് ഹൽവ എല്ലാവർക്കുമൊക്കെ അറിയായിരിക്കും ഇത്. എങ്കിലും ഞങ്ങൾ ചെയ്യണതിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അതിൽ നിന്നും കിട്ടാനുണ്ടാകും. അപ്പം ഞങ്ങളുടെ ഈ മെത്തേഡൊക്കെ ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് പതിവ് പോലെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ കമൻറ്റുകളും അതുപോലെ തരിക. പിന്നെ പുതിയതായിട്ട് ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ മടി വിചാരിക്കാതെ അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് കിച്ചണിൽ പോയി ക്യാരറ്റ് ഹൽവ എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കിക്കളയാം. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം, അതായത് ക്യാരറ്റ് കൊണ്ടുള്ള എന്താണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും. ഞാനിപ്പോൾ അത് 1/4 കിലോ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് കൊണ്ടുള്ള ഒരു ഹൽവയാണ് തയ്യാറാക്കണം. അപ്പം അതിനായിട്ട് 2 ക്യാരറ്റ് ഞാൻ ഇതിൽ ചുരണ്ടി ഇതിലേക്ക് വെച്ചു. അപ്പോൾ ഒരെണ്ണം ഞാൻ എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് ലൈവ് കാണിക്കാമെന്ന് കരുതിയാണ് വെച്ചിരുന്നത്. ഈ ക്യാരറ്റിൻ്റെ പുറംപാളി നമ്മൾ ചുരണ്ടി ഇങ്ങനെ കത്തി കൊണ്ട് കളഞ്ഞേച്ച് നമ്മൾ കഴുകി നീറ്റാക്കി എടുത്തേക്കണതാട്ടോ ക്യാരറ്റ്. അത് ഞാൻ ആ ക്യാരറ്റ് തോരനിൽ കാണിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എടുക്കണ എങ്ങനെയാണെന്നൊന്ന് കാണിക്കട്ടെ ജസ്റ്റ്. ദേ നമ്മളിതേ ഗ്രേറ്റർ എടുത്തിട്ട് ഇങ്ങനെ നൈസായിട്ട് അരിയാൻ പാകത്തിന് ഈ ഗ്രേറ്ററിൽ ഏറ്റവും താഴെയുള്ള കള്ളിയിലാണ് ഞാൻ അരിയണത്. ഇതപ്പം കനം കുറഞ്ഞ് കിട്ടണം, അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ക്യാരറ്റ് ഹൽവ ഇരിക്കുന്ന ഷേപ്പ് എല്ലാവർക്കും തന്നെ അറിയാലോ. അപ്പം ആ രീതിയിൽ കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഈ സൈഡ് വെച്ചത് ഇങ്ങനെ അടിയിലത്തെ ഭാഗം വെച്ച് എൻ്റെ ഗ്രേറ്ററിൽ പലർക്കും പല ഷേപ്പിലുള്ളതായിരിക്കും. ഞാൻ പറഞ്ഞില്ല, ഏറ്റവും നൈസായിട്ട് വീഴുന്നതും ഇതുപോലെ സ്വല്പം നീളത്തിലിരിക്കണതും ആയിട്ട് വീഴുന്ന രീതിയിൽ ഷേപ്പ് കിട്ടുന്ന രീതിയിലുള്ള ഭാഗം വെച്ച് അരിഞ്ഞെടുത്താൽ മതി. ഞാൻ ഇത് തട്ടി കളഞ്ഞിട്ട് കാണിച്ചു തരാം. ഇവിടെ വീണേക്കണം കണ്ടോ, ഇങ്ങനെ കാണിച്ചു കൊടുക്കാം. ഇത് മുട്ടി മാറ്റിക്കഴിഞ്ഞാലേ അത് ഏത് ഭാഗമാണെന്ന് കാണിച്ച് ശരിക്ക് കാണാൻ പറ്റുള്ളൂ. ഈ ഭാഗം കാണാമല്ലോ എല്ലാവർക്കും. ഇതിന്റെ മറ്റ് മറിച്ച സൈഡ് വെച്ച് അരിയണം. ഇവിടെ തരുന്നുള്ള ഭാഗം വെച്ച് അരിയണം. അതൊക്കെ എല്ലാവരും ചെയ്യണമാണ്. ഇതിലല്ലേ പലരും വെജിറ്റബിൾ അരിയണം. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്ക് ഇത് അരിഞ്ഞു കഴിഞ്ഞു മാറ്റാം കേട്ടോ. ഇത് മാറ്റുവാട്ടോ. അത് കഴിഞ്ഞ് ബാക്കി ഇൻഗ്രീഡിയൻസ് പറയാം. മാറ്റി 1/4 കിലോ ക്യാരറ്റ് നൈസായിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ നൈസായിട്ട് അരിഞ്ഞത് ഇത് അരിഞ്ഞു കഴിഞ്ഞു. ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് പറയാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ ഇതിന്. ഇനി നമുക്ക് കുറച്ച് ഉണക്കമുന്തിരി, കറുത്ത മുന്തിരിങ്ങയുണ്ട്, കാഷ്യൂ ഉണ്ട്. അത് നമുക്ക് വറുത്തിടാനായിട്ടാണ്, ഡെക്കറേറ്റ് ചെയ്യാൻ ലാസ്റ്റ്. അത് നമുക്ക് ആദ്യം വഴറ്റിയെടുക്കണം. അത് ഇത്ര ഞാൻ എടുത്തിട്ടുള്ളൂ. 1/4 കിലോയല്ലേ ഉള്ളൂ ക്യാരറ്റ്. അത് പിന്നെ നമുക്ക് മധുരത്തിനുള്ള പഞ്ചസാര എടുത്ത് പിടിക്കണം. പഞ്ചസാര ഞാൻ ഒരു കുഞ്ഞ് ബൗളിനകത്ത് 3/4 പാത്രം കഷ്ടി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇടുമ്പോൾ എന്തോരളവാണ് കാണിക്കാം. അത് മധുരത്തിന്റെ അനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. പിന്നെ 1/2 കപ്പ് പാല്, 1/2 കപ്പ്. ആ കപ്പിന് 1/2 കപ്പ് പാല്. കാച്ചിയ പാല് 1/2 കപ്പ്. ഞാൻ കാച്ചിയ പാലാണ് യൂസ് ചെയ്യണത് ക്യാരറ്റ് വേവിക്കാൻ വേണ്ടി. അപ്പോൾ ഒന്ന് സോഫ്റ്റായി കിട്ടുകയും ചെയ്യും പാല് ചേർത്ത് കഴിഞ്ഞാൽ. അതിൽ കിടന്ന് വേവണം, അതിന് വേണ്ടിയാണ്. പിന്നെ നമുക്കൊരു 3-4 ഏലക്കായ എടുത്തിട്ടുണ്ട്. അത് ലാസ്റ്റ് നമുക്ക് തൊണ്ടൊക്കെ കളഞ്ഞ് പൊടിച്ചതിൻ്റെ പൊടി ഇതിൽ ചേർക്കണം ടേസ്റ്റിന് വേണ്ടി കേട്ടോ. ഞാനൊരു 4 എണ്ണം എടുത്തിട്ടുള്ളൂ. കാരണം എന്നാന്ന് വെച്ചാൽ ഏലക്കായുടെ ടേസ്റ്റ് ഒരുപാടായ ഇവിടെ ആർക്കും അത്ര താല്പര്യമില്ല. അത് കാരണം പിന്നെ നമുക്കിതിന് ആവശ്യമുള്ള നെയ്യ് എത്രയാണെന്ന് വെച്ചാൽ അത് ചേർക്കാം. അന്നേരം നമുക്ക് അത് അളവ് പറയാം. ആദ്യം നെയ്യിൽ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. കാഷ്യൂം മുന്തിരിങ്ങ ആദ്യം മൂപ്പിച്ചെടുക്കണം കേട്ടോ. നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാൻ നോക്കിയാൽ ഇത്ര ഇൻഗ്രീഡിയൻസ് ഉള്ളൂ. ഞാൻ ഗ്യാസ് ഓൺ ചെയ്യുക കേട്ടോ. അതെ, ആദ്യം നമുക്ക് കുറച്ച് നെയ്യ് ചേർക്കാം, സ്വല്പം. ഇത് വഴറ്റാനുള്ളത് മാത്രം. മുന്തിരിങ്ങയും കാഷ്യൂം വഴറ്റാനുള്ള നെയ്യാട്ടോ ഇപ്പം ചേർത്തേക്കണം. ഇത് വഴറ്റി ആദ്യം കോരി എടുക്കണം. നമുക്ക് മാറ്റി ഞാനിത് ഇടുക കേട്ടോ. വഴറ്റിയെടുക്കാം. ആദ്യം കാഷ്യൂമില്ല മൂപ്പുള്ളത്
ക്യാഷ് ചുമന്ന് കഴിയുമ്പോൾ മുന്തിരിങ്ങയുടെ അതിലേക്ക് ഇട്ടൊരു 2 ഇളക്കിളക്കി വെച്ച് കോരിയെടുക്കാം. എള്ളി ചേർക്കണ്ടല്ലോ? വേണ്ട വേണ്ട, എള്ളി ചേർക്കാം. ഒരു സുഖമില്ല. ക്യാരറ്റ് കറിയിലേക്ക് എള്ളു വേണ്ട അല്ലേ? വേണ്ട വേണ്ട വേണ്ട. ചെറുതായിട്ടൊക്കെ ചുമന്ന് വന്നിട്ടുണ്ട്. ചേർക്കാം. ഇത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കഷ്ടി ഒരു 3/4 മണിക്കൂർ മതി ഇത് ചെയ്യാൻ. ഈ ക്യാരറ്റ് അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാല് എന്താന്ന് വെച്ചാൽ ഒരു വെറൈറ്റി ഡെസേർട്ട് അല്ലേ? ഊണൊക്കെ കഴിയുമ്പോ കഴിക്കാൻ ഈ ഗസ്റ്റുകളൊക്കെ ആരെങ്കിലും ഒക്കെ വരുമ്പോ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്തു പെട്ടെന്നുണ്ടാക്കാം. പെട്ടെന്നുണ്ടാക്കാം. നമുക്ക് മാറ്റണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. മാറ്റി നമ്മൾ വെച്ചു. കുറച്ച് അധികം നെയ്യ് ചേർക്കണം ഈ ക്യാരറ്റ് വഴറ്റാനായിട്ട്. വഴറ്റുമല്ല, ക്യാരറ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാൻ ആദ്യമേ നെയ്യ് ചേർത്ത് ആദ്യം മൂപ്പിക്കണം. അത് കഴിഞ്ഞിട്ടാണ് പാലൊഴിക്കേണ്ട വേവിക്കാനായിട്ട്. ഇതൊക്കെ ഉരുകി കഴിയുമ്പോൾ നമുക്ക് ക്യാരറ്റ് അതിലേക്ക് ചേർക്കാം. എന്നിട്ട് ഇളക്കി കൊടുക്കണം. നമുക്ക് മൂടി വെച്ച് കഴിക്കാം. ഇത് പതുക്കി ഒന്ന് ഇത് സോഫ്റ്റ് ആയി കഴിയുമ്പോഴാണ് പാല് ചേർക്കണം. അങ്ങനെയാണ് അതിൻ്റെ അളവ്. ക്യാരറ്റ് ഇട്ടാലോ? നല്ല രസമായിരിക്കും കേൾക്കണ കാണാൻ അല്ലേ? കുഞ്ഞു കുഞ്ഞായിട്ടും കരിയണോണ്ടാണ് അതിൻ്റെ ഭംഗി. അങ്ങനെ വേണം. നമ്മൾ ക്യാരറ്റ് ഹൽവ കഴിക്കുമ്പോൾ നൈസായിട്ടല്ലേ കിടക്കണം. കഴിക്കുമ്പോൾ നല്ല കളർഫുൾ ആയിട്ടിരിക്കണം. അതെ അതെ അതെ. അത് ചുമന്ന അത് ക്യാരറ്റിൻ്റെ ഡിഫറൻസ് അങ്ങനെ ഇരിക്കും. കളറുള്ള ഇതാണെങ്കിൽ പിന്നെ അപ്പം നല്ല പാകത്തിന് ഇളവൻ മൂപ്പുള്ളത്, അധികം മൂക്കാത്ത മേടിച്ചുകൊണ്ട് വന്ന ഇളവനാ. അതുകൊണ്ട് നല്ലതായിരിക്കും, ടേസ്റ്റ് ഉണ്ടാവും. അതിന് ഒരുപാട് മൂട്ട് കഴിഞ്ഞാൽ അതൊരു രുചി ഉണ്ടാവില്ല, ഒരു ഇതാവും. ഇപ്പം നല്ല പാകം മൂക്കാം. ഇതൊരു 2-3 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ കിടന്ന് ഒന്ന് സോഫ്റ്റായി വരണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പാല് ചേർത്ത് ഞാൻ പറഞ്ഞില്ലേ വേവിച്ചെടുക്കണം. ഓ, അത്രേ ഉള്ളൂ സംഭവം? അല്ല, അത്രയൊന്നുമല്ല. സംഭവം ഉണ്ടല്ലേ? സംഭവം ഞാൻ പറഞ്ഞതാ. ഇപ്പൊ പാല് ചേർക്കണ ടൈം വരുമ്പോ കാണിക്കാതെ. പാല് ചേർത്തിട്ട് നമ്മളൊരു 5 മിനിറ്റോളം സിമ്മിലിട്ട് വേവിക്കണം. പാല് വറ്റി വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷുഗറൊക്കെ ചേർക്കാനില്ലേ, പണിയുണ്ട്. എന്നാലും വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു പണി. അപ്പൊ മീഡിയം ഫ്ലെയിമിൽ കിടന്നാ ഇത് ചെയ്യണത്. നെയ്യിൽ മൂക്കണത് മീഡിയം ഫ്ലെയിമിലാകാവുള്ളൂ. പാല് ഒഴിച്ചാലും മീഡിയത്തിൽ ഇടാവുള്ളൂ. അല്ലെങ്കിൽ എന്നാന്ന് വെച്ചാൽ വേഗം പാല് വറ്റി പോവും. ഇത് സോഫ്റ്റായി വേവില്ല. അതാ കുഴപ്പം. ക്യാരറ്റിന് വേവ് കുറവാണ്. പക്ഷെ ഹൽവി ആകുമ്പോൾ ഇച്ചിരി ഒരു കടുപ്പം പോലെ വരണ്ടേ, പച്ചപ്പ് പാടില്ലല്ലോ. അതിന് വേണ്ടിയാണ് പാലിലിട്ട് വേവിക്കുന്ന സോഫ്റ്റായി കിട്ടാൻ. ഇനി ഇതേ ഒരു 3 മിനിറ്റോളായി നമ്മളിത് വഴറ്റിയിട്ട് നെയ്യില. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1/2 കപ്പ് പാലെടുത്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർക്കാം. അര മതിയാവോ നോക്കട്ടെ കേട്ടോ. ഇളക്കിയേച്ച് ഇതിലേക്ക് നമുക്ക് ഇച്ചിരി ചേർക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കണോ? ഞാൻ ടേസ്റ്റ് ചെയ്യാൻ ഇപ്പൊ ടേസ്റ്റ് ആയില്ലേ? മധുരമൊന്നും ചേർത്തില്ലല്ലോ. മധുരം ചേർത്തില്ലല്ലോ. ഇല്ല. നമുക്കൊരു 1/4 കപ്പോടെ ഒഴിക്കാം. കാരണം ഇത് ഇച്ചിരി പോരായി 1/2 കപ്പ് കേട്ടോ. ഇതിലേക്ക് മെൽറ്റായി കിടക്കണ്ടേ വേവാനായിട്ട്. ഇതിലെ കുറവാ. 1/2 കപ്പാ ഞാൻ എടുത്തിരുന്നത്. പോരാ, 1/4 കപ്പും കൂടെ ചേർക്കണം. 3/4 കപ്പ് പാലാട്ടോ ചേർക്കണത്. ഞാൻ കുറച്ചുകൂടെ ചേർക്കുക. ഇനി നമുക്ക് എന്നാന്ന് വെച്ചാൽ മീഡിയം 1/4 കപ്പ് എടുത്തിരുന്നു. ഇത് മതി. അത് ഫുള്ളത് ഉൾക്കൊള്ളണം. അല്ല, മെൽറ്റാവണം. നമുക്ക് നോക്കണം അത് നികക്കെ ഉണ്ടോന്ന്. ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരടപ്പ് കൊണ്ട് മൂടി വെച്ച് ഒരു 5 മിനിറ്റോളം ഇരുന്നാലാണ് ഇത് വെന്ത് കിട്ടുകയുള്ളൂ ക്യാരറ്റ്. അപ്പം നമുക്ക് ഇടയ്ക്ക് ഞാനതൊന്ന് അടപ്പ് പൊക്കി ഇളക്കി കൊടുക്കും കേട്ടോ. അടിയിൽ പിടിച്ചു കഴിഞ്ഞാൽ, അല്ല അടിയിലല്ല, പാല് വറ്റി വരണ്ടോ എങ്ങനെയൊക്കെയാന്ന് നോക്കാൻ മിക്സ് ആക്കാൻ ഇളക്കണം. എന്നിട്ട് ഇത് വറ്റി കഴിയുമ്പോൾ നമുക്ക് ഷുഗർ ചേർക്കാം. ഇത് വറ്റി കഴിയുമ്പോൾ ഇച്ചിരി നെയ്യും ചേർക്കണം ആ സമയത്ത്. ഇപ്പം ചേർക്കണ്ട. ഇപ്പം നമുക്കൊന്ന് മൂടി വെച്ച് അത് വേവിക്കാം കേട്ടോ. അടപ്പെടുത്തോണ്ട് വരട്ടെ. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം. മീഡിയത്തിലാട്ടോ. നിന്ന നമ്മൾ പാലൊഴിച്ച് ഇത് ഞാൻ മൂടി വെച്ച് ഇടയ്ക്ക് ഇളക്കി വിടുമായിരുന്നു. പാലൊക്കെ ഒരുവിധം വറ്റി. ഇതേ കണ്ടോ? അപ്പൊ ഇത് ക്യാരറ്റ് ഒരുവിധം വേവുമായിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ കയ്യിൽ ജസ്റ്റ് ഒന്ന് കാണിക്കാതെ കാണിക്കാൻ എങ്ങനെയത്
ഞാനൊന്ന് കാണിക്കാൻ. ഇത് വേവായി. ഇത് ഇങ്ങനെ കാണാമോ നോക്കിയത് ഇങ്ങനെ പഞ്ഞി പോലെയാവും. ഇങ്ങനെ. ഇനി അതിന്റെ പാലും അതിൽ വറ്റിയിട്ടുണ്ട്. അപ്പൊ 1/4 കിലോ ക്യാരറ്റിന് 3/4 കപ്പ് പാലാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അത് ഞാൻ അരയായിരുന്നു എടുത്ത് വെച്ച് അതുകൊണ്ട് പോരായെന്ന് തോന്നി ഞാൻ ചേർത്ത. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷുഗർ ആഡ് ചെയ്യണം. ഷുഗർ ആഡ് ചെയ്യണ കൂടെ സ്വല്പം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം. ഷുഗർ നമുക്കിത് മതിയോന്ന് അറിയില്ല. ഈ കപ്പിന് 3/4 കപ്പ് വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുത്ത് നോക്കാം. നമുക്ക് ചേർക്കട്ടെ കേട്ടോ. ചേർത്തത് ഉരുകി കഴിയുമ്പോ നമുക്ക് കുറവെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. കൂടിപ്പോയാൽ ഭയങ്കരമായിട്ട് മട്ടിക്കും. അതുകൊണ്ട് അങ്ങനെ മധുരം മാത്രമായ കൊള്ളൂലല്ലോ. ഇനിയിപ്പോ ഈ പഞ്ചസാരയും ചേർന്ന് കഴിയുമ്പോ ഇതങ്ങനെ അതിന്റെ പാനി പോലെ വരൂലേ പഞ്ചസാര ഇതിൽ കിടന്ന്. ആ പാനിയിലേക്ക് ഈ പാലിൽ വേവിച്ച ക്യാരറ്റ് അങ്ങ് മിക്സ് ആയി വരണം. അപ്പൊ അതിന്റെ ടേസ്റ്റ് മധുരം ഇതിലേക്ക് പിടിക്കണം നന്നായിട്ട്. മീഡിയം ഫ്ലെയിം ആണ് കേട്ടോ. അപ്പൊ നമുക്ക് അതിന് വേണ്ടി ഒരു സ്വല്പം നെയ്യും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ടേസ്റ്റ് കിട്ടാൻ വേണ്ടി. അത് നെയ്യ് ഇപ്പൊ അവനവന് ടേസ്റ്റ് എന്തോരം വേണമെന്ന് വെച്ചാൽ ചേർക്കാട്ടോ. കൂടുതലായി പോയാൽ ഒരു ഇതുണ്ടാവൂല, കുറവായി പോയാൽ കൊള്ളൂല. ഞാനൊരു കുഞ്ഞ് സ്പൂണിന് ഒരു വടിച്ചെടുത്തിട്ടുണ്ട്. ഈ സ്പൂണിന് അത് മതിയാവും. എന്നിട്ടിത് അവിടെ കിടന്ന് മെൽറ്റ് ആവട്ടെ. ഞാൻ നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ എന്നാ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ സ്റ്റിക്ക് തവയായതുകൊണ്ട് അടി പിടിക്കൂല. എന്നാലും ഒന്ന് ഇളക്കി തട്ടി വിടണം കേട്ടോ. അതാ നല്ലത് മിക്സായി വരാം. നമുക്ക് എന്നിട്ട് ഇനി മൂടി വെക്കാം. നെയ്യൊക്കെ ചേർത്ത് കഴിഞ്ഞപ്പോ കണ്ട നെയ്യുടെ സ്മെല്ല് വരും. ഇനി ഇപ്പത്തേയും ആ പഞ്ചസാര ഉരുകി നെയ്യ് ഉരുകിയ വെള്ളം പോലെ വന്നത് വറ്റി ഇങ്ങനെ ഈ പാത്രത്തിന്റെ അരിയേക്കടെ വിട്ട് വന്നതാണ് ഇതിന്റെ പാകം. അലുവ പാകം നമുക്ക് കാണിച്ചു കൊടുക്കാം. അതൊരു 10 മിനിറ്റ് എടുക്കൂട്ടോ അങ്ങനെ ആയി വരാൻ. നമുക്ക് മൂടി വെച്ചാലോ? മൂടി വെക്കാം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്നിളക്കി കൊടുത്താൽ മതി. ഞങ്ങൾ ഇത് പാകം നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു സ്വല്പം ഷുഗർ കുറവാന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ ഈ സ്പൂണിന് 2 സ്പൂൺ കൂമ്പന് ഷുഗർ എടുത്തു. എന്നിട്ട് ഇതിലേക്ക് ചേർക്കുക കേട്ടോ. ഇതിലെടുത്ത് ചേർക്കുന്നേ ഉള്ളൂ. ഇനി നമുക്കത് ഇളക്കി മെൽറ്റാക്കി ഉരുക്കുവല്ല കേട്ടോ. ഇപ്പൊ പഞ്ചസാര ഉരുക്കി വരുമ്പോ സ്വല്പം അറിയാലോ പാനി പോലെ ഇത് വരും. എന്നിട്ട് നമുക്ക് ഉണക്കി ഇത് എടുക്കണം. വരട്ടി എടുക്കാം പോലെ. ചക്കയൊക്കെ നമ്മൾ വരട്ടാൻ വെക്കൂല അതുപോലെ. വാട്ടർ കണ്ടന്റ് കംപ്ലീറ്റ് പോയി കഴിയുമ്പോൾ ഒരു പരിവുണ്ട്. അത് കാണിച്ചു കൊടുക്കാം. അന്നേരം നമുക്ക് ഓഫ് ചെയ്ത് പിന്നെ ഇത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കാഷ്യൂ മുന്തിരിങ്ങയും ചേർത്താൽ മതി. ഇങ്ങനെ ഇതിന്റെ പരിവ് എങ്ങനെയാന്ന് വെച്ചത് ഇങ്ങനെ ഇളക്കി കഴിയുമ്പോ ഈ അരിന്നൊക്കെ വിട്ടു പോകുന്ന ഒരു പരിവുണ്ട്. ഒരു ഇച്ചിരി ഡാർക്ക് കളറായി. ഇച്ചിരി ഡാർക്ക് കളറല്ല മോനെ. ഇത് ഇങ്ങനെ വിട്ടു പോകുന്ന ഒരു പരിവുണ്ട്. പിന്നെ ഇനി ഇതിന്റെ ചൂടോടുകൂടി ഇതിലിരുന്ന് ഇച്ചിരി ആവോ ഓഫ് ചെയ്താലും പാത്രത്തിലിരുന്നത്. ഇനി നമുക്ക് ഏതാണ്ട് പരിവായതുകൊണ്ട് ഇത് ഏലക്ക പൊടിച്ചത് ചേർക്കും. ഞാൻ കുറച്ചാട്ടോ എടുത്തിട്ടുള്ളൂ. ഏലക്കായുടെ ടേസ്റ്റ് ഞാൻ പറഞ്ഞില്ല അത്ര ഇതില്ലാത്തതുകൊണ്ട് കുറച്ചേ ചേർത്തിട്ടുള്ളൂ. സ്മെല്ല് വന്നില്ല ഇട്ട വഴി തന്നെ. നല്ല ഏലക്കായ അതാ. ഇത് നമുക്കിത് ഓഫ് ചെയ്യേണ്ട സമയമായി കേട്ടോ. ഒരു കാര്യം പറയാൻ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ തരാം. ചൂടുണ്ടെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കുക എങ്ങനെയുണ്ടെന്നാ. ഫൈനൽ അപ്രൂവല്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. തരാം. ചൂടാണ് എന്നാലും ഇതിങ്ങനെ വിട്ടു പോകണം. ഈ പാത്രം ആയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ പണ്ടത്തെ കാലത്തൊക്കെ ഇങ്ങനെ ടേസ്റ്റ് നോക്കിക്കേ. ഭയങ്കര ചൂടല്ലേ? നല്ല ചൂടാ. ടേസ്റ്റ് ഉണ്ടോ? അസൽ ടേസ്റ്റാ അല്ലേ? അപ്പൊ നമുക്ക് ഇനി ഇത് ഓഫ് ചെയ്തേച്ച് ഒരു സ്വല്പ സമയം വേണമെങ്കിൽ ഇതിൽ വെക്കാൻ ചൂട് കിട്ടാൻ. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ബൗളിലേക്ക് എടുക്കുമ്പോ ഡെക്കറേറ്റ് ചെയ്താൽ പോരെ കാഷ്യൂ ഇട്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ പരുവം. ഇതിങ്ങനെ വിട്ടിരിക്കും അപ്പടി ഇരിക്കുന്നത്. എന്നിട്ട് ഇത് ഇങ്ങനെ കുഴച്ച് ഇങ്ങനെ എടുക്കണം. ആരും കുഴച്ച് പക്ഷെ എടുക്കൂല. നമ്മളിങ്ങനെ സാധാരണ ഈ ക്യാരറ്റ് ഹൽവ കഴിക്കുന്നത് സാധാരണ വനില ഐസ്ക്രീമും ക്യാരറ്റ് ഹൽവയും കൂടെ കോമ്പിനേഷൻ. പിന്നെ നമ്മൾ ഗുലാബ് ജാമിന്റെ കൂടെ ചേർക്കുമോ? ഇല്ല അല്ലേ? ഐസ്ക്രീമും ഇതും കൂടെയാണ് കോമ്പിനേഷൻ അല്ലേ? നമ്മൾ 1/4 കിലോയുടെ ക്യാരറ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടത് ഇത്രയേ ഉള്ളൂ സംഭവം. ചുരുങ്ങി വരും. ഇത്രയേ ഉള്ളൂ സംഭവം. ഈ പണ്ടത്തെ കാലത്ത് എല്ലാവർക്കും ഹൽവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ഈ സാധാരണ ഹൽവകളൊക്കെ മുറിച്ചെടുക്കണമല്ലേ? ഇതുപോലെ ഇങ്ങനെ അസോർട്ടഡ് ആയിട്ട് കിടക്കുമല്ലോ. ഇതിങ്ങനെ വിട്ട് കിടക്കണ രീതിയിലാണ്. പിന്നെ ഇത് മുറിച്ചെടുക്കണത് ഞാൻ ഇന്നേ വരെ കഴിച്ചിട്ടില്ല കേട്ടോ. ഇതിന്റെ ഈ രീതിയിലുള്ളത് ഞാൻ കഴിച്ചിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇനി ഓഫ് ചെയ്താലോ? ഓഫ് ചെയ്യാം. ഇത് മതിയില്ലേ? പാകമില്ലേ? മധുരം പാകാണോ? കറക്റ്റാ. ആദ്യം ഇച്ചിരി കുറവായിരുന്നു. അതുകൊണ്ടാണ് നമ്മള് ഓഫ് ചെയ്യുവാട്ടോ. മൂടി വെച്ചോ? മൂടി വെക്കാം.
അങ്ങനെ നമ്മുടെ രുചികരമായ ക്യാരറ്റ് ഹൽവ നമ്മുടെ കിച്ചണിൽ റെഡി ആയിരിക്കുന്നു. അതെ, നല്ല സ്വാദിഷ്ടമായ ക്യാരറ്റ് ഹൽവ. ആർക്കും കണ്ടു കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെടും. എങ്ങനെയുണ്ടെന്ന് നോക്കിക്കേ. വളരെ ടേസ്റ്റിയുമാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഡിഷ് തന്നെയാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷ്. വിരുന്നുകാരൊക്കെ വരുമ്പോ ഊണൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുക. ഇതിന്റെ ഒപ്പം ഐസ്ക്രീം കൂടെ ഉണ്ടെങ്കിൽ നല്ല സൂപ്പർ ആയിരിക്കും. നല്ല കോമ്പിനേഷൻ ആണ്. ഞാൻ എന്തായാലും ഇത് ഇന്നിപ്പോ സ്വല്പം കഴിച്ചാലും നാളെ ഇച്ചിരി ഐസ്ക്രീം മേടിച്ചിട്ടാ പ്രധാനമായിട്ട് കഴിക്കാൻ പോണത് അല്ലേ. അതിന്റെ കൂടെ കോമ്പിനേഷൻ നല്ലതാ. അപ്പൊ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. അപ്പൊ ട്രൈ ചെയ്തിട്ട് എന്തായാലും അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പൊ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പിന്നെ എന്തായാലും മറക്കരുത്. നമ്മുടെ ചാനലിലേക്ക് പുതുതായിട്ട് വരുന്ന എല്ലാവർക്കും ഹാർട്ടി വെൽക്കം ടു അവർ ചാനൽ. ചാനൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓരോ തവണ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് പേഴ്സണൽ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പൊ മറ്റൊരു ബ്യൂട്ടിഫുൾ ഡിഷായിട്ട് നമുക്ക് വീണ്ടും കാണുമ്പോഴേക്കും ബൈ ബൈ. ബൈ ബൈ.